നേര്യമംഗലം വാളറ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഹൈക്കോടതി ഉത്തരവിൽ പ്രതിഷേധിച്ച് ഇടുക്കിയിൽ 3 പഞ്ചായത്തുകളിൽ ഹർത്താൽ പുരോഗമിക്കുന്നു. അടിമാലിയിൽ LDF പ്രവർത്തകർ വാഹനങ്ങൾ തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിക്കും. മുഹമ്മദ് ആഷിഖ് വിവരങ്ങൾ നൽകും. ആഷിഖ്, എന്തായിരുന്നു ആ ഉത്തരവ്? എന്താണിപ്പോൾ ഈ സമരത്തിന്റെ കാരണം? ഇന്നലെയാണ് ദേശീയപാത 85ന്റെ നിർമ്മാണ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. നിർമ്മാണത്തിന് വനം വകുപ്പ് മരം മുറിക്കുന്ന അടക്കമുള്ള പ്രവർത്തനങ്ങളിൽ നിയമലംഘനം ഉണ്ടായി എന്ന് കാട്ടിക്കൊണ്ടായിരുന്നു ഉത്തരവ്. കർശന നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് മാത്രമേ നിർമ്മാണം നടത്താവുകയുള്ളൂ എന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചു. ഇത് കടുത്ത പ്രതിഷേധം ഇടുക്കി ജില്ലയിൽ ഒട്ടാകെ ഉണ്ടാക്കിയിട്ടുണ്ട്. ദേശീയപാത നിർമ്മാണം പൂർണ്ണമായി നിർത്തിവെക്കേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നതെന്ന് ഇന്നലെ ഡീൻ കുര്യാക്കോസ് MP അടക്കം ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇതിന്റെ ഒരു പശ്ചാത്തലത്തിലേക്ക് കൂടിയാണ് ഇന്ന് ഇടുക്കിയിൽ 3 പഞ്ചായത്തുകളിൽ UDF ഹർത്താൽ പ്രഖ്യാപിച്ചത്. അടിമാലി പഞ്ചായത്തിൽ LDFും ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഹർത്താൽ സജീവമാണ് എന്നുള്ളതാണ്. വിവിധയിടങ്ങളിൽ LDF UDF പ്രവർത്തകർ വാഹനങ്ങൾ തടയുന്നുണ്ട്. പ്രതിഷേധ പരിപാടികൾ വിവിധയിടങ്ങളിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അല്പനേരത്തിനകം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശയന പ്രദർശന സമരമടക്കം വിപുലമായ സമര പരിപാടികൾ ഇടുക്കിയിലൊട്ടാകെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വലിയ പ്രതിഷേധം ദേശീയപാത 85ന്റെ നിർമ്മാണം തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ഉത്തരവ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതിൽ ഇടുക്കിയിലെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഹൈറേഞ്ചിലേക്ക് കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാതയായിരുന്നു. അതിന്റെ വീതി കൂട്ടുന്ന 30 മീറ്ററിലേക്ക് വീതി വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇത് തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് വിവിധ ജനപ്രതിനിധികളടക്കം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം ഇതുമായി ബന്ധപ്പെട്ട് വിചിത്രമായ ഒരു നിലപാടാണ് BJP സ്വീകരിക്കുന്നത്. BJPയുടെ മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായിരുന്ന MN ജയചന്ദ്രനാണ് ഇതിൽ ഹർജി സമർപ്പിക്കുകയും ഹൈക്കോടതിയിൽ ഈ ഉത്തരവ് സമ്പാദിക്കുകയും ചെയ്തിട്ടുള്ളൂ. എന്നാൽ ഈ മുതിർന്ന നേതാവിനെ, ജില്ലയിലെ BJPയുടെ മുതിർന്ന നേതാവിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് BJP ഈ ഘട്ടത്തിൽ സ്വീകരിക്കുന്നു. സംസ്ഥാന സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയമാണ് ഈ നിലവിൽ ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ഉത്തരവിന് പശ്ചാത്തലം ഒരുക്കിയത് എന്നാണ് BJP ജില്ലാ നേതൃത്വം ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ ജില്ലയിൽ വലിയ രാഷ്ട്രീയ വിഷയമായി കൂടി ഈ ഹൈക്കോടതി ഉത്തരവ് വളർന്നു വന്നിട്ടുണ്ട്. ജിൽസി.